ഹായ്, ഇന്ന് ഞാൻ എളുപ്പത്തിലുള്ള ചുട്ടരച്ച ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ തേങ്ങ, ചെറിയുള്ളി, വറ്റൽമുളക് ഇത് മൂന്നും കൂടെ നല്ലോണം ചുട്ടെടുത്ത് മിക്സിയുടെ ജാറിൽ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച് പുളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നില്ല. ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ചുട്ടെടുത്ത തേങ്ങ, വറ്റൽമുളക്, ചെറിയുള്ളി ഇത് മൂന്നും ചുട്ടെടുത്തത്, പിന്നെ കുറച്ച് പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, പിന്നെ നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില ആഡ് ചെയ്യുക. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചിട്ട് വരാം. ഒന്ന് ജസ്റ്റ് നമ്മുടെ ചമ്മന്തി പരുവം ഒന്ന് അരച്ചാൽ മതി. ഒന്ന് അരയ്ക്കുക. ഇതാണ് അരച്ചെടുത്ത് ഞാൻ അരച്ചുകൊണ്ട് വന്നതാണ്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. തീരെ കുറച്ച് വെള്ളം മതി. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അരയ്ക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡിയായിരിക്കുന്നു. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പും പുളിയും മുളകും എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ രുചിക്കനുസരിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അളവായാലും എല്ലാം. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്യുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും വെറൈറ്റി രീതിയിലാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോവുമായി ഉടനെ തന്നെ കാണാം.